നമസ്കാരം, വെൽക്കം ബാക്ക് ടു സി കോർണർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഒരു DIY ഫേസ് വാഷ്, ഒരു നല്ല ഫേസ് വാഷ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാവോ എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനും നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും ഒക്കെ ചെയ്തപ്പോൾ അതിനകത്തൊക്കെ ഒരു ടൈപ്പ് ഫേസ് വാഷ്, DIY ഫേസ് വാഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിട്ടും ഒരുപാട് ആളുകൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തത്. ഫേസ് വാഷ് എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇത് കുറച്ച് പൗഡറുകളാണ്, ഒരു പൗഡറിന്റെ മിക്സ് ആണ് നമ്മൾ ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് എല്ലാ സാധനങ്ങളും. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസും അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതേസമയം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വേഗം തന്നെ നോക്കിയിട്ട് വരാം. അപ്പോ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു പാത്രമാണ്. അപ്പൊ നമ്മുടെ ഫേസ് വാഷ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു പാത്രം ആദ്യം തന്നെ ക്ലീൻ ആക്കി എടുത്തു വെക്കുക. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫേസ് വാഷിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പൊ ഇതുപോലെ നിറച്ച് 2 സ്പൂണ് ഗോതമ്പ് പൊടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറുപയറിന്റെ പൊടിയാണ്. അപ്പൊ ഇത് നമ്മുടെ സാധാരണ ചെറുപയർ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറുപയർ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. അപ്പൊ ഇതും നമ്മൾ ഇതിലേക്ക് ഒരു 2 സ്പൂണ്, നിറച്ച് 2 സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഗോതമ്പ് പൊടിയും ചെറുപയർ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് അരിപ്പൊടിയാണ്. അപ്പൊ അരിപ്പൊടി ഇതുപോലെ തന്നെ 2 സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണ്ട മെയിൻ പൗഡേഴ്സ് എല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി, അരിപ്പൊടി, അതുപോലെ തന്നെ ചെറുപയറിന്റെ പൊടി. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പൊ ഞാൻ ദാ ഇത്രയും മാത്രം മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടിയാണ്. അപ്പൊ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫേസ് വാഷ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നമ്മുടെ 3 പൊടികളും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫേസ് വാഷ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത് നമ്മൾ 2 സ്പൂൺ വീതമാണ് ഈ എല്ലാ പൊടികളും എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എടുത്തേക്കുന്ന ഈ ഫേസ് വാഷ് നമുക്കൊരു 2 ആഴ്ച ഉപയോഗിക്കാൻ മാത്രം ഉള്ളത് കാണും. അപ്പോ ഇനി പറയുവാണെങ്കിൽ ഗോതമ്പ് പൊടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ എപ്പോഴും കാണുന്നതായിരിക്കും. ഗോതമ്പ് പൊടിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ട ചെറുപയർ പൊടി. ചെറുപയർ പൊടി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുൾട്ടാണി മിട്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ അതാണ്. ഇനി മുൾട്ടാണി മിട്ടിയും ചെറുപയർ പൊടിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ചേർത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തെന്ന് വെച്ച് യാതൊരു തരത്തിലുള്ള യെല്ലോ സ്റ്റെയിനും നമ്മുടെ ഫേസിൽ ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തതായിട്ട് അരിപ്പൊടി. അരിപ്പൊടി ഇല്ലാത്ത വീട് കാണില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അതും അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓട്സ് പൊടിച്ച് നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചിട്ട് ഓട്സിന്റെ പൗഡർ നമുക്ക് അരിപ്പൊടിക്ക് പകരമായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെയാണ്. ഇനി വരുന്നൊരു ക്വസ്റ്റ്യൻ, ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ചേരും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിത് ഓരോ സ്കിൻ ടൈപ്പിനും അനുസരിച്ചാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് റോസ് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു എക്സ്ട്രാ ഡ്രൈ സ്കിന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് 1-2 ഡ്രോപ്പ് ഒലീവ് ഓയില്, കോക്കനട്ട് ഓയില് അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഇതിലേതെങ്കിലും ഒരു ഓയില് മാത്രം ഇതിലേക്ക് 1-2 ഡ്രോപ്പ് ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചോ റോസ് വാട്ടർ ഉപയോഗിച്ചോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത് മിക്സ് ചെയ്യുന്നത് അനുസരിച്ചാണ് ഏതൊക്കെ സ്കിന്നിന് സ്യൂട്ടബിൾ ആകും എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് വാഷ് ഒന്ന് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഫേസ് വാഷ് എടുക്കാനായിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫേസ് വാഷിൽ നിന്ന് വളരെ കുറച്ച് മാത്രം മതി, ഒരു 1/2 സ്പൂണ് മാത്രം നമ്മൾ ഫേസ് വാഷ് എടുക്കുന്നു. അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഫേസ് വാഷ് പൗഡറിനെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ മിക്സ് ചെയ്യുന്നത് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ്. കുറച്ച് മാത്രം റോസ് വാട്ടർ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കുക.
ആദ്യം നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക റോസ് വാട്ടർ ഒഴിച്ചിട്ട്. അതിനുശേഷം വേണമെങ്കിൽ മാത്രം പിന്നെ ഒഴിച്ചാൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഫേസ് വാഷിന്റെ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ചെറുതായിട്ട് ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. നമുക്ക് നമ്മുടെ ഫേസ് വാഷ് വേണ്ടത് ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയാണ്, കുറച്ചൊരു വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏതൊരു ഫേസ് വാഷും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയുക. ഇത് നമ്മുടെ ഫേസിൽ അങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ടതായ ആവശ്യമൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ വെള്ളം കൊണ്ട് അങ്ങോട്ട് കഴുകിക്കളയുക, നമ്മുടെ ഏതൊരു ഫേസ് വാഷ് പോലെയും തന്നെ. അപ്പൊ ഞാൻ നമ്മുടെ ഫേസ് വാഷ് കഴുകി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാനായിട്ട് വിട്ടുപോയ കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്നത് പാൽ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഫേസ് വാഷ് നമുക്ക് രാവിലെയും വൈകിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പൊടികളും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇത്തിരി പോലും തരിയില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ചെറുപയർ പൊടിയും ഓട്സിന്റെ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും എല്ലാം പൊടിച്ചെടുക്കാനായിട്ട്. തരി ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രബിന്റെ എഫക്റ്റ് ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഡെയിലി സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് പൊടിച്ച പൗഡറുകളായിരിക്കണം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെറുപയർ എന്നുള്ളത് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. അരിപ്പൊടിയുടെ കാര്യം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഈ കൊറിയൻ ട്രീറ്റ്മെന്റിൽ അവരെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അരിപ്പൊടി. അപ്പൊ ഈ അരിപ്പൊടി നമ്മുടെ ഫേസിന്റെ കളറ് കൂട്ടാനായിട്ട് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് നമ്മുടെ ഗോതമ്പൊടി. ഗോതമ്പൊടിയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ, ഗോതമ്പ് ഫേഷ്യല് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നല്ലൊരു ഗ്ലാസ് സ്കിൻ, നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പോവാനായിട്ട് വളരെ നല്ലൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫേസിൽ വന്ന പിമ്പിൾസ് ഒക്കെ പോകാനും പിമ്പിൾസിന്റെ മാർക്കുകളൊക്കെ പോകാനായിട്ട് ഈ മഞ്ഞൾപ്പൊടി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്കത് മഞ്ഞൾപ്പൊടി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കസ്തൂരി മഞ്ഞളുടെ പൊടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫേസ് വാഷിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ടിപ്സ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേഗം തന്നെ നല്ല ഈസി ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.